CPM നേതൃത്വത്തിന് തലവേദന സൃഷ്ടിച്ച് വീണ്ടും പി ദിവ്യ. ജില്ലാ പഞ്ചായത്തിന് ഭൂമി വാങ്ങിയതിലും സ്വകാര്യ കമ്പനിക്ക് കരാറുകൾ നൽകിയതിലും കോടികളുടെ അഴിമതി നടന്നിട്ടുണ്ടെന്ന് വിജിലൻസിന് പരാതി. വരാനിരിക്കുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് ഇത് തിരിച്ചടിയായി മാറും. ദിവ്യയെ തള്ളാനും കൊള്ളാനുമാകാതെ CPM നേതൃത്വം. CPMനെ പ്രതിസന്ധിയിലാക്കി വീണ്ടും പി ദിവ്യ. കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിരിക്കെ ജില്ലാ പഞ്ചായത്തിന് വേണ്ടി ഭൂമി വാങ്ങിയതിൽ കോടികളുടെ അഴിമതി നടന്നിട്ടുണ്ടെന്നും ബിനാമി കമ്പനിയെ വഴിവിട്ട് സഹായിക്കുകയാണ് പി ദിവ്യ ചെയ്തതെന്നുമുള്ള പരാതിയാണ് വിജിലൻസിന് മുമ്പിൽ ഇപ്പോൾ എത്തിയിരിക്കുന്നത്. ഇതോടെ വ്യക്തമായ നിലപാട് കൈക്കൊള്ളാനോ വിശദീകരണങ്ങൾ നൽകാനോ കഴിയാത്ത വിധത്തിൽ കുടുങ്ങിയിരിക്കുകയാണ് CPM നേതാക്കൾ. KSU സംസ്ഥാന വൈസ് പ്രസിഡന്റ് പി മുഹമ്മദ് ഷമാസ് ആണ് പി ദിവ്യക്കെതിരെ വിജിലൻസ് ഡയറക്ടർക്ക് പരാതി നൽകിയിട്ടുള്ളത്. കണ്ണൂർ ജില്ലാ ആശുപത്രിക്ക് സമീപത്തായി ജില്ലാ പഞ്ചായത്തിനായി കെട്ടിടം നിർമ്മിക്കാൻ സ്ഥലം വാങ്ങിയതുമായി ബന്ധപ്പെട്ടാണ് അഴിമതി ആരോപണം ഉയർന്നിട്ടുള്ളത്. 2,40,32,500 രൂപ ചെലവിട്ടാണ് ജില്ലാ പഞ്ചായത്ത് 49 സെന്റ് സ്ഥലം വാങ്ങിയിരിക്കുന്നത്. എന്നാൽ ഈ ഭൂമി നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താൻ അനുയോജ്യമായ സ്ഥലമല്ല. ഇത് തിരിച്ചറിഞ്ഞിട്ടും വൻ തുകകൾ ചെലവഴിച്ച് ഭൂമി വാങ്ങിയതിന് പിന്നിൽ വലിയ അഴിമതിയും ഗൂഢാലോചനകളും നടന്നിട്ടുണ്ടെന്ന ആരോപണങ്ങളാണ് ഇപ്പോൾ ഉയർന്നിട്ടുള്ളത്. ജില്ലാ പഞ്ചായത്ത് വാങ്ങിയ 49 സെന്റ് ഭൂമി CSR 2-ൽ ഉൾപ്പെടുന്നതാണ്. കൂടാതെ ഡിഫൻസ് ലാൻഡിനോട് ചേർന്ന് കിടക്കുന്ന ഇടവുമാണ്. ഈ വിധമൊരു സ്ഥലത്ത് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താൻ അനുമതി ലഭിക്കുകയില്ല എന്നത് വ്യക്തവുമാണ്. മാത്രമല്ല പ്രസ്തുത സ്ഥലത്തേക്ക് പ്രവേശിക്കാനുള്ള വഴിയും ലഭ്യമല്ല. ഇങ്ങനെയൊരു സ്ഥലമാണ് ന്യായവിലയേക്കാൾ കൂടിയ തുക മുടക്കി ജില്ലാ പഞ്ചായത്ത് ധൃതി പിടിച്ച് വാങ്ങിയതെന്നാണ് മുഹമ്മദ് ഷമാസിന്റെ ആരോപണം. കണ്ണൂർ കേന്ദ്രമാക്കി പ്രവർത്തിച്ചു വരുന്ന പൊളിറ്റിക്കൽ പവർ ഗ്രൂപ്പിന്റെ നിയന്ത്രണത്തിലുള്ള റിയൽ എസ്റ്റേറ്റ് ഗ്രൂപ്പുകാർക്ക് വേണ്ടിയാണ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിരിക്കെ പി ദിവ്യ വഴിവിട്ട ഇടപെടലുകൾ നടത്തിയതെന്നാണ് പരാതിക്കാരൻ ആരോപണം ഉയർത്തിയിട്ടുള്ളത്. വിജിലൻസ് ആസ്ഥാനത്ത് നേരിട്ടെത്തി ഭൂമി ഇടപാടുകളുടെയും മറ്റ് ക്രയവിക്രയങ്ങളുടെയും രേഖകൾ വിജിലൻസ് ഡയറക്ടർ യോഗേഷ് ഗുപ്തയ്ക്ക് പരാതിക്കാരനായ മുഹമ്മദ് ഷമാസ് നേരിട്ട് കൈമാറിയിട്ടുമുണ്ട്. മാർക്കറ്റ് വിലയേക്കാൾ വലിയ വില നൽകി വാങ്ങിയ ഭൂമി ഇപ്പോഴും ഉപയോഗിക്കാൻ കഴിയാതെ വെറുതെ കിടക്കുകയാണെന്നും മുഹമ്മദ് ഷമാസ് പരാതിയിൽ ചൂണ്ടിക്കാണിക്കുന്നുമുണ്ട്. ഇതിനോടകം പുറത്തുവന്ന സംസ്ഥാന ഓഡിറ്റ് റിപ്പോർട്ടും പി ദിവ്യയ്ക്കും ഇടതുഭരണ സമിതിക്കും വലിയ തിരിച്ചടിയായിരിക്കുകയാണ്. ഓഡിറ്റ് റിപ്പോർട്ടിൽ ഭൂമി ഇടപാടിലെ പോരായ്മകൾ ഒന്നൊന്നായി അക്കമിട്ട് നിരത്തിയിട്ടുമുണ്ട്. മാത്രവുമല്ല പല കരാറുകളും ചില ബിനാമി കമ്പനിക്ക് കൈമാറിയതിലെ സുതാര്യതയില്ലായ്മയെക്കുറിച്ചും ഓഡിറ്റ് റിപ്പോർട്ടിൽ വ്യക്തമായി ചൂണ്ടിക്കാണിച്ചിട്ടുമുണ്ട്. സിൽക്കിന് ലഭിച്ച പല കരാറുകളും സ്വകാര്യ കമ്പനികൾക്ക് കൈമാറിയതായി കണ്ടെത്തിയിട്ടുണ്ട്. ഇതിലും സുതാര്യതയില്ലെന്നാണ് റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നത്. ഈ വിധത്തിൽ കരാറുകൾ കൈമാറിയതിനെക്കുറിച്ച് വ്യക്തമായ രേഖകളോ ഈ ടെൻഡർ നടത്തിയതിനുള്ള തെളിവുകളോ നൽകാൻ ജില്ലാ പഞ്ചായത്ത് അധികൃതർക്ക് കഴിഞ്ഞിട്ടില്ലെന്നും ഓഡിറ്റ് റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിട്ടുമുണ്ട്. ദിവ്യ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിരിക്കെ നടന്നതായി ആരോപണമുയർന്ന ക്രമക്കേടുകളെക്കുറിച്ചും സ്വീകാര്യമായ മറുപടികൾ നൽകാൻ പി ദിവ്യ ഇതുവരെയും തയ്യാറായിട്ടുമില്ല. പി ദിവ്യ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയതിനു ശേഷം രൂപീകരിച്ച കമ്പനിക്ക് വളഞ്ഞ വഴിയിൽ കോടികളുടെ കരാറുകൾ ലഭിച്ചിരുന്നതായും മുഹമ്മദ് ഷമാസ് നേരത്തെ പരാതി ഉയർത്തിയിരുന്നു. ഈ കമ്പനി ഉടമകളും പി ദിവ്യയുടെ ഭർത്താവ് അജിത്തും ചേർന്ന് കണ്ണൂരിലെ ടൂറിസ്റ്റ് കേന്ദ്രമായ പാലക്കയം തട്ടിൽ 4 ഏക്കർ ഭൂമി വാങ്ങിയിട്ടുണ്ടെന്ന ആരോപണവും KSU നേതാവായ മുഹമ്മദ് ഷമാസ് നേരത്തെ ഉയർത്തിയിരുന്നു. ഈ വിധം ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന പ്രതികരണമാണ് അന്ന് പി ദിവ്യ നടത്തിയത്. കൂടാതെ മുഹമ്മദ് ഷമാസിനെതിരെ നിയമ നടപടികൾ കൈക്കൊള്ളുമെന്നും ദിവ്യ അറിയിച്ചിരുന്നു. എന്നാൽ അത്തരം നടപടികളൊന്നും തന്നെ പിന്നീട് ഉണ്ടായതുമില്ല. ഈ വസ്തുതകളെല്ലാം ചൂണ്ടിക്കാട്ടിയാണ് കൂടുതൽ തെളിവുകളോടെ മുഹമ്മദ് ഷമാസ് വീണ്ടും രംഗത്ത് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ വസ്തുതകൾക്ക് അത്യധികം രാഷ്ട്രീയ പ്രാധാന്യവുമുണ്ട്. ADM നവീൻ ബാബുവിന്റെ മരണത്തിൽ ആരോപണ വിധേയയായതിനു ശേഷമാണ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം ദിവ്യയ്ക്ക് രാജിവെക്കേണ്ടി വന്നത്. ദിവ്യയെ CPM വഴിവിട്ട് സംരക്ഷിക്കുകയാണെന്ന ആരോപണവും അന്ന് ഉയർന്നിരുന്നു. ആവിധം അടിയൊഴുക്കുകൾ സംസ്ഥാന വ്യാപകമായി CPMന് വലിയ തിരിച്ചടിയായി മാറുകയും ചെയ്തു. ഈ വിധത്തിൽ നവമൂലധന വക്താക്കളുടെ സംരക്ഷകരായി CPM നേതാക്കൾ മാറുന്നതിനെക്കുറിച്ച് വലിയ വിമർശനങ്ങളാണ് CPMന്റെ വിവിധ സമ്മേളനങ്ങളിൽ പ്രതിനിധികൾ ഉയർത്തിയത്. അണികളുടെയും പൊതുസമൂഹത്തിന്റെയും ആശങ്ക തിരിച്ചറിഞ്ഞു തന്നെയാണ് ഒടുവിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പി ദിവ്യയെ തള്ളിപ്പറയാൻ തയ്യാറായതും. താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ അനുഭവിച്ചിടുകന്നേ വരൂ എന്ന മട്ടിൽ കണ്ണൂർ ജില്ലാ സമ്മേളനത്തിൽ പിണറായി നടത്തിയ പരാമർശങ്ങൾ ഏറെ ചർച്ചകൾക്ക് വഴിയൊരുക്കുകയും ചെയ്തു.
ദിവ്യയെ സംരക്ഷിക്കുന്ന നിലപാട് കൈക്കൊണ്ടാൽ വലിയ തിരിച്ചടി ഉണ്ടാകുമെന്ന് മനസ്സിലാക്കിയാണ് അന്ന് പിണറായി ദിവ്യയെ തള്ളിപ്പറയാൻ തയ്യാറായത്. എന്നാൽ ഇപ്പോൾ ദിവ്യയ്ക്കെതിരെ ഗുരുതരമായ അഴിമതി ആരോപണങ്ങൾ കൂടിയാണ് വിജിലൻസിന് മുൻപാകെ എത്തിയിരിക്കുന്നത്. വ്യക്തമായ തെളിവുകൾ ഉണ്ടായതിനാൽ രാഷ്ട്രീയ പ്രേരിതമെന്ന മട്ടിൽ തള്ളിക്കളയാൻ CPM നേതൃത്വത്തിന് കഴിയുകയുമില്ല. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുകൾ പടിവാതിൽക്കൽ എത്തി നിൽക്കെ ഈ വിധം അഴിമതി ആരോപണങ്ങൾ ഇടതുമുന്നണിക്കെതിരെ പ്രതിപക്ഷം ശക്തമായ ആയുധമാക്കി ഉയർത്തുമെന്നത് ഉറപ്പാണ്. PP ദിവ്യയെ പരസ്യമായി സംരക്ഷിച്ചാൽ അത് CPMന് രാഷ്ട്രീയമായ തിരിച്ചടിയായി മാറും. അതേസമയം പൂർണ്ണമായി തള്ളിപ്പറയാൻ കഴിയുകയുമില്ല. അതുകൊണ്ട് തന്നെ ഇലയ്ക്കും ഉള്ളിനും കേടില്ലാതെ എങ്ങനെ പ്രശ്നം പരിഹരിക്കാമെന്നുള്ള കണക്കുകൂട്ടലാണ് കണ്ണൂരിലെ CPM നേതൃത്വം ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്.